ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സംഗീത ശുശ്രൂഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു. ഇതായിരിക്കണം സംഗീത ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള നമ്മുടെ ക്രമം. ഇന്ന് ആരാധനകളിൽ പാട്ടിനേക്കാൾ ശബ്ദത്തിൽ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സെക്കുലർ രീതി ശരിയല്ല. പാട്ടുകൾക്കായിരിക്കണം, ഗാനങ്ങളുടെ ശബ്ദത്തിനായിരിക്കണം മുൻതൂക്കം. രണ്ടാമത്, കീബോർഡിസ്റ്റ് വേദിയിൽ നിന്ന് ജനങ്ങളെ നോക്കി നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. കീബോർഡിസ്റ്റ് സൈഡിൽ നിന്ന് പാടുന്നവരെ നോക്കി അല്ലേ നിൽക്കേണ്ടത്? സഭകളിൽ ശുശ്രൂഷകന്മാർ പാട്ടുപാടാറുണ്ട്. കേരളത്തിലെ 75% സഭകളിലും അങ്ങനെയാണ്. ശുശ്രൂഷകന്മാർ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കേണ്ടവരല്ലേ? നമ്മുടെ സഭകളിൽ പാട്ടുപാടാൻ കഴിവുള്ള സഹോദരി സഹോദരന്മാരെ ചേർത്ത് ഒരു കൊയർ ഉണ്ടാക്കി അവർക്ക് നിർദ്ദേശം കൊടുത്താൽ അവർ ഏറ്റവും ഭംഗിയായിട്ട് ആ ശുശ്രൂഷ ചെയ്യുകയില്ലേ? വളരുന്ന സഭകളെ നോക്കുക. അവിടെ എങ്ങും സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്നത് പാസ്റ്റർമാർ അല്ല, അതിന് പ്രാപ്തിയുള്ള സഹോദരി സഹോദരന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട്, പെന്തക്കോസ്ത് സഭകളിൽ പാടുന്ന പാട്ടുകൾ ആവർത്തിച്ചു വരുന്നു. നമ്മുടെ ആരാധനകൾ ഒരു പരിധിവരെയെങ്കിലും യുവജനങ്ങൾക്ക് ബോറായി തോന്നാൻ കാരണം പാട്ടുകൾ ആവർത്തിച്ചു വരുന്നു. ക്രൈസ്തവ കൈരളിക്ക് 10,000-ഓളം ഗാനങ്ങൾ ഭക്തന്മാർ രചിച്ച് നൽകിയിട്ടുണ്ട്. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ എന്നാണ് ബൈബിളിൽ അനേക തവണ കാണുന്നെങ്കിലും ഒരു പഴയ പാട്ട് പാടാം എന്നാണ് പറയുന്നത്. അതുതന്നെ വേദവിപരീതം. എന്ന് വെച്ചാൽ എപ്പോഴും പുതിയ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കണം എന്നാണോ? പഴയ ഒരു പാട്ട് പാടിയാലും അത് കേട്ടിട്ടില്ലാത്ത ഗാനമാണെങ്കിൽ അതൊരു പുതിയ ഗാനമായിട്ട് നമുക്ക് തോന്നുവാനിടയായിത്തീരും. സിയോൻ ഗീതാവലിൽ 2500 പാട്ടുകളില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാട്ട് വർഷത്തിൽ ഒരു തവണയെ പാടാവും. നമ്മുടെ വീട്ടിലായാലും, സഭായോഗത്തിലായാലും, കോട്ടേജ് മീറ്റിങ്ങിലായാലും, ഉപവാസ പ്രാർത്ഥനയ്ക്കായാലും ഒരു പാട്ട് ഒരിക്കൽ പാടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം പാടിയാൽ മതി. എല്ലാ യോഗങ്ങൾക്കും കൂടെ നമ്മൾ ഒരു വർഷം 500 പാട്ടിൽ കൂടുതൽ പാടില്ല. പിന്നെയും പാട്ടുകൾ കിടക്കുകയാണ്. ആയതിനാൽ സംഗീത ശുശ്രൂഷ ചെയ്യുന്നവർ പാടാനുള്ള പാട്ടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ആവർത്തനം ഒഴിവാക്കിയിട്ട് പാടിയിട്ടില്ലാത്ത പാട്ടുകൾ പാടിയാൽ അത് വളരെ സന്തോഷമായി തീരും. സഭകളിൽ ആരാധന ഉണ്ടാകാൻ വേണ്ടി പാട്ടുകൾ ആവർത്തിച്ച് പാടുന്ന രീതി കണ്ടുവരുന്നു. കാഹളം നീട്ടി ഊതണം എന്നെഴുതിയിട്ടുണ്ട്, പക്ഷെ ആരും ഊതി നീട്ടരുത്. ഒരു തവണ ഇപ്പോൾ 4 അടിയുള്ള പാട്ടാണെങ്കിൽ 16 ലൈനുകൾ വരും. അത് പാടിക്കഴിഞ്ഞിട്ട് അത്യാവശ്യമെങ്കിൽ അവസാനത്തെ ആ 4 ലൈൻ ഒരു തവണ കൂടി പാടുക. പിന്നീട് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം നൽകുക. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ സംഗീത ശുശ്രൂഷ നിർവഹിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. സുവിശേഷ യോഗങ്ങളിൽ സുവിശേഷ ഗാനങ്ങൾ തന്നെ പാടണം. പരസ്യയോഗങ്ങളിലും സുവിശേഷ ഗാനങ്ങൾ തന്നെ പാടണം. അങ്ങനെ സംഗീത ശുശ്രൂഷ ഏറ്റവും മെച്ചമായി തീരാൻ കർത്താവ് എല്ലാവർക്കും അവസരം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.